കഴിഞ്ഞ ദിവസം അമൃത ന്യൂസ് ഒരു ക്യാമ്പയിന് തുടക്കം കുറിച്ചിരുന്നു. രാജ്യത്ത് തന്നെ ആദ്യമായി ഒരു വയോജന വകുപ്പിന് രൂപം നൽകിയതിലൂടെ പ്രശംസ നേടിയ സംസ്ഥാനമായ കേരളം വയോജന സൗഹൃദമാണോ എന്നതായിരുന്നു പ്രധാനമായും പരിശോധിക്കുന്നത്. നമുക്ക് വഴികാട്ടിയായ പ്രിയപ്പെട്ടവർ വാർദ്ധക്യത്തിൽ ശാരീരികമായും മാനസികമായും എത്രത്തോളം സുരക്ഷിതരാണ്? അവർക്ക് തണലേകാൻ നമ്മുടെ സംവിധാനങ്ങൾ എത്രത്തോളം പര്യാപ്തമാണ്? അമൃത ന്യൂസിൻ്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി ഇക്കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിക്കുന്നു. പുതിയ ഒരു ക്യാമ്പയിൻ, നൽകാം സ്നേഹക്കൂട്ട്. എന്തുകൊണ്ടാണ് ഈ വാർത്ത ടോപ്പ് 10-ൽ ഒന്നാം സ്ഥാനത്തെത്തുന്നത്? ടോപ്പ് 10-ന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ ഞെട്ടിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന കണക്കുകളാണ് ഈ വാർത്തയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ നമ്മുടെ സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്തത് 4733 വയോധികരാണ്. കേരളത്തിൽ വയോജനങ്ങൾക്ക് നേരെയുണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ പ്രതിവർഷം ശരാശരി 8000-ലേറെ എത്തിയെന്ന് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളും വ്യക്തമാക്കുന്നു. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾക്ക് ഇരയാകുന്നവരിൽ 70% വയോജനങ്ങൾ എന്ന കണക്കുകളും അമ്പരപ്പിക്കുന്നതാണ്. ആദ്യം നമുക്ക് ഈ റിപ്പോർട്ട് ഒന്ന് കണ്ടുവരാം. കേരളത്തിന്റെ ജനസംഖ്യയുടെ 1/4% വരുന്ന വയോജനങ്ങളെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ. വൃദ്ധ സമൂഹത്തിന് നേരെയുണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ അനുദിനം വർദ്ധിക്കുമ്പോൾ കൃത്യമായ പരിഹാരമാർഗം കണ്ടെത്തിയേ മതിയാകൂ. ഏറ്റവും കൂടുതൽ നേരിടുന്നത് ഗാർഹിക പീഡനങ്ങൾ തന്നെയാണ്. ഇതിൽ ശാരീരിക ആക്രമണം മുതൽ ഉറ്റവർ തന്നെ സ്വത്തുക്കൾ തട്ടിയെടുത്ത് പെരുവഴിയിലാക്കുന്ന കേസുകൾ വരെയുണ്ട്. മനോവ്യഥ സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്യുന്ന നമ്മുടെ വയോജനങ്ങൾ കഴിഞ്ഞ 1.5 വർഷത്തിനിടെ 5000-ഓളം ഉണ്ട് എന്നത് FIR ഇട്ട കണക്കുകൾ മാത്രം. സൂസൈഡ്സ് കൂടി വരുന്നുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം ഈ 2 ജില്ലകളിലെ ഏറ്റവും കൂടുതൽ സൂസൈഡ്സ് കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എറണാകുളം, കോഴിക്കോട് ഇങ്ങനെയുള്ള ജില്ലകളിൽ കാണുന്നുണ്ട്. പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നത് മാനസിക ബുദ്ധിമുട്ടുകളാണ്. ഒരു ഡിപ്രഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് റിക്കവറി ആകാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് വരാം. പ്രായമായവർക്ക് നേരെയുണ്ടാകുന്ന ലൈംഗിക പീഡന കേസുകളും കുറവല്ല. ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തലസ്ഥാന ജില്ലയിൽ തന്നെയാണ്. തിരുവനന്തപുരം റൂറലിൽ മാത്രം 91 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വയോജനങ്ങൾ വളരെ വേഗത്തിൽ ഇരയാകപ്പെടുന്ന മറ്റൊരു മേഖലയാണ് സൈബർ ഇടങ്ങൾ. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾക്ക് ഇരയാകുന്നവരിൽ 70%-ലേറെയും വൃദ്ധജനങ്ങളാണ് എന്നത് ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ്. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ തട്ടിപ്പിനിരയായത് 1500-ഓളം പേർ. ഇൻഫാക്ട് ഡിജിറ്റൽ അറസ്റ്റ് ഒരു 2 ആഴ്ച മുൻപ് ഞങ്ങൾ കണക്കെടുത്തപ്പോൾ 76.4% വിക്ടിംസ് സീനിയർ സിറ്റിസൺസ് ആണ്. അതുപോലെ തന്നെ സൈബർ ക്രൈംസ് മൊത്തമായിട്ട് ഫിനാൻഷ്യൽ ഫ്രോഡ്സിൽ 60% കൂടുതൽ ആൾക്കാർ സീനിയർ സിറ്റിസൺസ് ആണ്. ഗൗരവമേറിയ മറ്റൊരു വിഷയം വാഹന അപകടങ്ങളിൽപ്പെടുന്ന കാൽനട യാത്രക്കാരായ വയോജനങ്ങളുടെ ആശങ്കപ്പെടുത്തുന്ന കണക്കുകളാണ്. കഴിഞ്ഞ 7 മാസത്തിനിടെ മരണപ്പെട്ട കാൽനട യാത്രക്കാർ 716 ആണ്. 5000-ലധികം പേർക്ക് അതീവ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഒരു സീനിയർ സിറ്റിസൺ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് നിർത്തി, സ്ലോ ഡൗൺ ചെയ്ത് നിർത്തി അവർ കടന്നു പോകുന്നവരെ അനുവദിക്കുന്നത് ഒരു കൾച്ചറൽ ഫിനോമിനായിട്ട് മാറേണ്ട അത്യാവശ്യത്തിലാണ് നമ്മൾ. വയോജന സംരക്ഷണം പേരിൽ ഒതുങ്ങാൻ പാടുള്ളതല്ല. സങ്കീർണമായ പ്രശ്നങ്ങളാണ് നമ്മുടെ മാതാപിതാക്കൾ നേരിടുന്നത് എന്ന തിരിച്ചറിവ് ഉണ്ടായേ മതിയാകൂ. നമ്മുടെ നാട്ടിൽ വയോജനങ്ങൾക്ക് നേരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ സീനിയർ സിറ്റിസൺസ് ആക്ട് ഉൾപ്പെടെ നിയമങ്ങൾ ശക്തമാണ്. പക്ഷെ അവയൊന്നും കർശനമായി നടപ്പാക്കാൻ കഴിയുന്നില്ല എന്നിടത്താണ് സംവിധാനങ്ങൾ പരാജയപ്പെടുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് അൻഫിലി ഡിസൂസ, അമൃത ന്യൂസ്.